അരി അരയ്ക്കാതെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ബ്ലിസ്ഫുൾ ലൈഫിലേക്ക് സ്വാഗതം. വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അപ്പം ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് അളവിനായി എടുക്കുന്നത്. ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ 1 ഗ്ലാസ് മൈദപ്പൊടിയും കൂടെ ടോട്ടൽ 4 ഗ്ലാസ് പൊടി ഇതിനായി എടുത്തിട്ടുണ്ട്. ഈ അപ്പത്തിനായി ശർക്കര പാനി തയ്യാറാക്കണം. അതിനായി 6 ആണി ശർക്കര വെള്ളം ചേർത്ത് തിളപ്പിച്ച് വെക്കണം. പിന്നെ മൈസൂർ പഴമാണ് വേണ്ടത്. 3 മൈസൂർ പഴം മിക്സിയിലിട്ട് അടിച്ച് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ശർക്കര പാനി ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ മൈസൂർ പഴം ഇതിലിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. എന്നിട്ട് കുറച്ച് എള്ള് ചേർക്കണം. എള്ള് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് കുഴച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു നുള്ള് അപ്പക്കാരം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം എള്ളും അപ്പക്കാരവും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനൊരു ടേസ്റ്റിനും സ്മെല്ലിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായം കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടോടെ ഒഴിക്കരുത്, ചെറിയ ഒരു ചൂടിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മാവ് തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ശർക്കരയുടെയും ഏലക്കായുടെയും ഒക്കെ സ്മെല്ല് നമുക്ക് ഇങ്ങനെ വന്ന് കൊതിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു സ്മെല്ല്, നെയ്യുടെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് വരുമ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടെ ഇതിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളൊരു 8 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കണം. സെറ്റ് ആവാൻ വേണ്ടി ഒരു 8 മണിക്കൂർ നമ്മൾ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ അപ്പം ചുടാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് രാവിലെയൊക്കെ നേരത്തെ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം നമുക്ക് ഇതെടുത്തിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പൊ ഇതിങ്ങനെ ഇളകി കളിക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് ഇതിൽ നിന്ന് വേറിട്ട് വരുമ്പോഴാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഈ ഉണ്ണിയപ്പത്തിന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഈ എണ്ണയിൽ കിടന്ന് ഇതിങ്ങനെ ഇളകി ഓടി കളിക്കുന്ന സമയത്താണ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന ഒരു അപ്പക്കാരയാണിത്. അപ്പൊ ഇതായതുകൊണ്ട് വളരെ ഈസിയാണ്, നോൺ സ്റ്റിക്കിൻ്റെതുമാണ്. അപ്പൊ നമുക്ക് ഇതില് വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഇത് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇടയ്ക്ക് ഉണ്ണിയപ്പം കഴിക്കണം എന്നൊക്കെ കൊതിയാവുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ നമ്മൾ ചുട്ടെടുക്കുവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു.